നമസ്കാരം. എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സ് മെസ്സേജ് ഡീകോഡ് ചെയ്യാം. ഇന്ന് ലഭിച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയും. അതായത് ആ കാർഡ് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ചക്രത്തെ കാണാം. ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പൈസയെ ചക്രം എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? അത് ഒരാളുടെ കയ്യിൽ നിന്നും മറ്റൊരാളുടെ കയ്യിലേക്കും അവിടെ നിന്നും വേറെ ഒരാളുടെ കയ്യിലേക്കും ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരാളുടെ കയ്യിൽ മാത്രമാണോ ഇരിക്കുന്നത്? അല്ല. അതുപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും. നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങളൊരു ദുഃഖത്തിലോ നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കടമോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി അത് മാറാൻ പോവുകയാണ്. ഇനി നിങ്ങൾ എപ്പോഴും ദുഃഖത്തിലും എപ്പോഴും സങ്കടത്തിലും ഇരിക്കേണ്ടവരല്ല. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. അതായത് നമ്മുടെ വേദനകളെല്ലാം അങ്ങനെയാണ്. അതെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ആരെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് നാൾ നമുക്ക് തോന്നുന്ന ഒരു വേദനയുടെ ഇൻറ്റൻസിറ്റി പിന്നീടുണ്ടാവില്ല. നമുക്ക് വിഷമമുണ്ടാവും, പക്ഷെ ആ വേദനയുടെ ഇൻറ്റൻസിറ്റി കുറയും. കാരണം കാലം മായ്ക്കാത്ത വേദനകളൊന്നും തന്നെ ഇല്ല. അതുപോലെയാണ് അതിങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ചുറ്റുപാടുകൾക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാം മാറും. മാറ്റമില്ലാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, മാറ്റം എന്ന വാക്കിനെന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങൾ നിലവിൽ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ അത് ഉടനെ തന്നെ മാറാൻ പോവുകയാണ് എന്നാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ പോസിറ്റീവായിട്ടായിരിക്കാം, അല്ലേ എന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടായിരിക്കാം. രണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ചില വിധികളെ നമുക്ക് തടുക്കാൻ പറ്റില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല, പക്ഷെ അത് നടന്നേ മതിയാവുകയുള്ളൂ. അതൊരു പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. നമ്മുടെ കൺട്രോളിലല്ല എല്ലാം ഒന്നും. അപ്പോൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം സംഭവിക്കുന്ന സമയത്ത് വളരെയധികം ശാന്തമായിരുന്നു ഒബ്സർവ് ചെയ്ത് ആ ഒരു അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്യുക. ശാന്തമായി പ്രതികരിക്കുക. ആകെക്കൂടി ദേഷ്യപ്പെട്ട് ബഹളമുണ്ടാക്കി അങ്ങനെയൊന്നും കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊരു ശാന്തമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ മാറി നല്ലൊരവസ്ഥയിലേക്ക് വരും. മോശപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നല്ല അവസ്ഥ തീർച്ചയായിട്ടും വരും. കാരണം എന്താണ്? കാലചക്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴും നിങ്ങൾ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കില്ല എന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഇത് നിങ്ങളുടെ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മോശപ്പെട്ടതായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, കരിയറിൽ ഉണ്ടാകുന്ന മാറ്റവും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. എന്ത് വന്നാലും അത് മാറിക്കൊണ്ടേയിരിക്കും. നല്ലത് വന്നാലും മാറും, മോശം വന്നാലും മാറും. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അവിടെ സ്റ്റക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾ പകച്ചു നിൽക്കാൻ പാടില്ല. അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. അത് മോശം സംഭവിച്ചാലും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി ധനപരമായിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാവിയിലേക്ക് സേവ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ പണമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധനപരമായ ഉയർച്ച ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ധനമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു കഷ്ടപ്പാടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യുന്നത് നന്നായിരിക്കും. മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു കാർഡ് നമുക്ക് തരുന്ന സന്ദേശം. അത് വലിയൊരു സന്ദേശമാണ്. ആ വലിപ്പം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. യൂണിവേഴ്സിന് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടെ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എല്ലാ വഴിയും അവർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രം മതി.